കെ.പി. മോഹനൻ എം.എൽ.എയും കുടുംബവും ഇത്തവണയും ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയിട്ടു. പാളയം എം.എൽ.എ ഹോസ്റ്റലിന് മുന്നിൽ കുടുംബത്തിലെ 20 പേർ അടങ്ങുന്ന സംഘത്തിനൊപ്പമാണ് പൊങ്കാല സമർപ്പിച്ചത്. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രത്യേകത കൂടി നമ്മൾ ഇന്ന് കാണുകയാണ്. ഇന്ന് പൊങ്കാലയ്ക്ക് എം.എൽ.എ ക്വാർട്ടേഴ്സിന് മുന്നിൽ കെ.പി. മോഹൻ എം.എൽ.എയും ഫാമിലിയുമാണ് ഇവിടെ പൊങ്കാലയിടാനായി എത്തിയിരിക്കുന്നത്. സാർ, എല്ലാ വർഷവും പൊങ്കാലയിടുന്നതാണോ? എങ്ങനെയാണ് പൊങ്കാലയുടെ ഇടുക? അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് കാലത്ത് വന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഇടുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഫാമിലിയും ഉണ്ടാവും. പിന്നെ നാട്ടിലുള്ള വേറെ 2 പേരുണ്ടാവും, 2, 3, 4 പേരുണ്ടാവും. ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 20 പേര് ഉണ്ടാവാറുണ്ട് സാധാരണ. അതോടൊപ്പം പിന്നെ ഇവിടെ എം.എൽ.എ ഹോസ്റ്റലിൻ്റെ മുന്നിലാണ് ഇപ്പോഴിടുന്നത്. മുമ്പേ മിനിസ്റ്ററായ സമയത്ത് സാനഡോൻ്റെ മുമ്പിലായിരുന്നു. ഇവിടെ അന്ന് 100-120 ആളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നല്ലതാണ് അറിയാനുള്ളത്. നല്ല ഓരോ വർഷം കൂടുന്നോറും ആളുകളുടെ എണ്ണവും വർദ്ധിക്കുന്നത് നമുക്ക് ഇടണം എന്നിങ്ങനെ തോന്നും. നിങ്ങളുടെ ഗ്രൂപ്പിലും എല്ലാ വർഷവും ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യവും. ഇന്നിപ്പോൾ ഇവരെല്ലാവരും തിരികെ പോവുകയാണ്. എങ്ങനെയാണ്? മറ്റന്നാളെ പോകും. നാളെ ഇത് കഴിഞ്ഞിട്ട് നാളെ കുറച്ച് സ്ഥലത്ത് പോയിട്ടേ പോകും. പോയി തൊഴുതിട്ട് വന്നിട്ടാണോ പൊങ്കാല? ഇന്നലെ പോയി തൊഴുതു. ഭയങ്കര തിരക്കല്ലേ. 20 പേരുടെ സംഘമാണ് ഇവർ ഇവിടെ പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെ പോയി തിരക്കായിരുന്നെങ്കിലും അമ്മയെ തൊഴുത് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നത്. പൊങ്കാല സമർപ്പണം ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ഇനി പൊങ്കാല തളിക്കൽ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തുതന്നെയായാലും എല്ലാ വർഷവും കൊറോണ ഒഴികെയുള്ള ബാക്കി എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ പൊങ്കാല സമർപ്പിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഇവിടെ എത്തുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് 20ഓളം അംഗങ്ങളാണ് ഇത്തവണ കെ.പി. മോഹനൊപ്പം എം.എൽ.എക്കൊപ്പം പൊങ്കാല സമർപ്പിച്ചത്.